ഇന്ന് നമുക്ക് റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയത് ഫിലിപ്സിൻ്റെ ഒരു റേഡിയോ ആണ്. ഈ ടി വി മൊബൈലൊക്കെ വരുന്നതിന് മുമ്പ് മിക്ക വീടുകളിലും ഉണ്ടായിരുന്നതാണ് ഇതുപോലത്തെ റേഡിയോകളൊക്കെ. റേഡിയോ ഒരെണ്ണം കിടക്കണ കണ്ടപ്പോൾ പണ്ടത്തെ ഓർമ്മ വെച്ച് വാങ്ങിയതാണ്. ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഈ റേഡിയോയിൽ 1.5 വോൾട്ടിൻ്റെ വലിയ ടൈപ്പ് 3 ബാറ്ററികളാണ് ഇടേണ്ടത്. ആദ്യം നമുക്ക് ഈ റേഡിയോ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ റേഡിയോ വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയാൻ വേണ്ടി ബാറ്ററി ഇട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ആ സ്പ്രിങ്ങിൻ്റെ അവിടെയൊക്കെ കുറേ തുരുമ്പ് പിടിച്ചിരിക്കേണ്ടത്. ഇത് ഫിലിപ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇത് വർക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയൊക്കെ ഉള്ളതായിരിക്കും സൗണ്ടിന്. ഞാനിപ്പോൾ റേഡിയോ ഇങ്ങനെ ചെക്ക് ചെയ്ത ടൈമിൽ ട്യൂൺ ചെയ്യാൻ വേണ്ടിയുള്ള നോബ് പിടിച്ച് തിരിച്ചു കഴിഞ്ഞപ്പോൾ അത് മാത്രം ഇങ്ങനെ കറങ്ങേണ്ട, വേറെ ഒന്നും വർക്ക് ചെയ്യണില്ല. അപ്പം മിക്കവാറും അതിൻ്റെ ഉള്ളിലത്തെ വള്ളിയൊക്കെ പൊട്ടിപ്പോകാനായിരിക്കും ചാൻസ് കൂടുതൽ. എന്തായാലും നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടി ബാറ്ററി ഇടുന്നതിൻ്റെ അവിടെ 2 സ്ക്രൂ ഉണ്ട്, അത് ലൂസ് ചെയ്യണം. അതിനുശേഷം മുകളിലത്തെ ഒരു സ്ക്രൂ പൊട്ടിയിരിക്കുമായിരുന്നു, ഒരു സ്ക്രൂ മാത്രമാണ് ടൈറ്റായിട്ട് ഇരുന്നത്. അപ്പോൾ സ്റ്റേഷനൊക്കെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയുള്ള നോബിൻ്റെ വള്ളിയെല്ലാം അഴിഞ്ഞ് കിടക്കുകയാണ്. ഈ റേഡിയോയുടെ ബോർഡ് അഴിച്ചെടുത്താൽ മാത്രമാണ് എന്ത് പറ്റിയതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് അഴിച്ചു നോക്കാം. അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ വള്ളി ഇങ്ങനെ ലോക്ക് പോലെ ആക്കി വെച്ചേക്കണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ പീസ് ഉണ്ട്, അതിങ്ങനെ ഒടിഞ്ഞു പോയതാണ്. ഈ ഒടിഞ്ഞു പോയ പീസൊക്കെ അവിടെ തന്നെ വെച്ച് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വള്ളി കെട്ടാത്തലേക്ക്. ഇത് നമ്മൾ കെട്ടുമ്പോൾ കറക്റ്റായിട്ട് കെട്ടിയില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ പോവില്ല. ഞാനിപ്പോൾ കുറേ പ്രാവശ്യം നോക്കിയ പിന്നെ അതൊന്നും ശരിയാക്കി എടുത്തത്. അപ്പോൾ എന്തായാലും വള്ളി കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചു നോക്കാം. തിരിച്ചപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടിയ റേഡിയോയ്ക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി 2 വയറുകൾ സോൾഡർ ചെയ്തെടുക്കുന്നുണ്ട് ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടി. ഞാനിപ്പോൾ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാറ്ററി തന്നെ ഇതിൽ ഫിറ്റ് ചെയ്യാൻ ഓർത്തു. ഇതാകുമ്പോൾ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിൻ്റെ ബോർഡിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഉള്ളിൽ നിന്ന് 2 വയർ സോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററി മാത്രം വെച്ചാൽ പോരാ, ചാർജിങ് മൊഡ്യൂളോടുകൂടി ഫിറ്റ് ചെയ്യണം. ബാറ്ററിയിലേക്ക് 2 വയറുകൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിയിൽ നിന്ന് തന്നെ പോസിറ്റീവ് വയർ നേരെ നമുക്ക് ചാർജ് മൊഡ്യൂളിലെ B+ കൊടുക്കാം. ഇനി ബാറ്ററിയുടെ നെഗറ്റീവ് വയർ നേരെ എടുത്ത് ചാർജ് മൊഡ്യൂളിലെ B- കൊടുക്കണം. ഇനി റേഡിയോയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്തെടുത്ത വയർ നേരെ ചാർജ് മൊഡ്യൂളിലെ ഔട്ട് +ലേക്കും മൈനസിലേക്കും പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ ഈ ബാറ്ററി ഫിറ്റ് ചെയ്യണത് ശരിക്കും ബാറ്ററി ഇടുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു വെച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ വേണ്ടി. അതുപോലെ ചാർജ് മൊഡ്യൂളും ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഹോളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ചാർജ് ചെയ്യുന്ന ടൈമിൽ ബാറ്ററി ഇടാൻ വേണ്ടിയുള്ളിടത്ത് കവർ അഴിച്ചാൽ മതി. അതിനുശേഷം മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ചാർജിങ് ചെയ്യാം. നമ്മുടെ ഈ ബാറ്ററി ചാർജിങ് നടക്കുന്ന ടൈമിൽ റെഡ് കളറിലെ ലൈറ്റ് തെളിയും, ഫുൾ ചാർജ് ആകുമ്പോൾ അത് മാറിയിട്ട് ബ്ലൂ കളറിലെ ലൈറ്റ് തെളിയുകയും ചെയ്യും. ഇനി നമ്മുടെ റേഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ റേഡിയോ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കിട്ടില്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.